ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നതിന്റെ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകർ. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവരെ മെസ്സിയെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. ഫുട്ബോളിലെ ദൈവം ഡീഗോ മറഡോണയുടെ കാൽപാദം പതിഞ്ഞ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. കേരളം ഒന്നാകെയാണ്. മെസ്സി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നാടില്ല, ജാതിയില്ല, മതമില്ല. ഒരൊറ്റ മതം, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മൈതാനം. അത്രേ ഉള്ളൂ അല്ലേ? ഡോക്ടർ അരുൺകുമാർ, കാൽപന്തിൻ്റെയും കായിക വിനോദങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എല്ലാ അതിരുകൾക്കപ്പുറത്തും കളി എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഫുട്ബോൾ മൈതാനങ്ങളിലും ഉള്ളൂ എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫുട്ബോളിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന ഡീഗോ മറഡോണ കാല് കുത്തിയിട്ടുള്ള കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ്. ആ ജവഹർ സ്റ്റേഡിയത്തിൽ അതിൻ്റെ പ്രത്യേകത, അതായത് കേരളത്തിലേക്ക് മറഡോണ എത്തി, മറഡോണ പന്ത് തട്ടിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കൂടിയാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം. അതിൻ്റെ സ്മാരകമായി ഇവിടെ ഇപ്പോൾ ഒരു സ്തൂപമൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഈ സ്തൂപം ഇവിടെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരുപാട് ഫുട്ബോൾ, അരുൺകുമാറിന് തന്നെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഒരു 40-40ലധികം ഫുട്ബോൾ കളിക്കാർ, പ്ലെയേഴ്സ് തന്നെ ഉണ്ട്. മെസ്സി വരുന്നത് അറിഞ്ഞിരുന്നോ? കാണാൻ പോവണ്ടേ? ഏതാ ഇഷ്ടപ്പെട്ട പ്ലെയർ? ആരാ? റൊണാൾഡോ. മെസ്സിന് ഇഷ്ടല്ലേ? ആരാ ഇഷ്ടപ്പെട്ട പ്ലെയർ? ആരാ? മെസ്സിയാണ്. അപ്പൊ എന്തായാലും കാണാൻ പോകും. ഇത് ഈ പറയുന്ന ഈ നിൽക്കുന്ന ഈ കൂട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഡോക്ടർ. 2000-ലും 2002-ലുമൊക്കെ ഫിഫ ലോകകപ്പിന്റെ യോഗ്യത മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ധനേഷ് ഏട്ടന്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾ, പരിശീലനം നടത്തുന്ന കുട്ടികളാണ്. ധനേഷ് ഏട്ട, മെസ്സി വരികയാണ്. ഭയങ്കര ആവേശത്തിലാണ് നമ്മളെല്ലാവരും. കേരളത്തിൽ മെസ്സി വരിക എന്ന് പറയുമ്പോൾ അർജന്റീന ടീം മൊത്തം, നമ്മളെ വേൾഡ് കപ്പ് കളിച്ച ടീം ഇവിടെ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ പിന്നെ കണ്ണൂരിൽ നമ്മളെ മറഡോണ വന്നപ്പോൾ ഇവിടെ പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊണ്ടുവരുന്ന ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. എന്തായാലും ഈ കുട്ടികളെല്ലാവരും അല്ലെ കൂട്ടി പോകണം എന്നുള്ളതാണ് ആഗ്രഹം. അതെ, അതന്നെ. നമ്മളെല്ലാവരും കുട്ടികളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് അതിനും പാസ് കിട്ടാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും പറ്റുന്ന കുട്ടികളെ നമ്മൾ കൊണ്ടുപോകും. എന്തായാലും എല്ലാവരും പോവാൻ റെഡിയാണ്. പിന്നെ മെസ്സിയെ ഇഷ്ടപ്പെടാനുള്ള, കേരളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, അതായത് ഡീഗോ മറഡോണനെ പോലെ ഒരു വലിയൊരു ദൈവം എന്നൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും കാണുന്നത് അല്ലേ? നിങ്ങളെല്ലാം മനസ്സിൽ കളിച്ചു തുടങ്ങുമ്പോഴൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു ദൈവം പോലെയാണല്ലേ മെസ്സി? എങ്ങനെയാ മെസ്സി വരുമ്പോ കാണാൻ പോവോ? എല്ലാവരും റെഡി ആയി കഴിഞ്ഞോ? ഇനി അവിടെയുള്ള നമ്മളെ പിന്നെ റിപ്പോർട്ടർ TV ആണ് ഇത് കൊണ്ടുവരുന്നത് മെസ്സിനെ. നമ്മളെ അരുൺ ചേട്ടനുണ്ട് അവിടെ, മൊട്ടയായിട്ടുള്ള അരുൺ ചേട്ടനില്ലേ? ചേട്ടനോട് പറയാം, ചേട്ടാ ടിക്കറ്റ് ഒക്കെ തരണം എന്ന് പറഞ്ഞേ. ടിക്കറ്റ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ അരുൺ ചേട്ടാ. ടിക്കറ്റ് കണ്ണൂരേക്ക് ധനേഷ് അക്കാമിലേക്ക് കുറച്ച് ടിക്കറ്റ് കൊടുത്തേക്കുക. ഇവര് വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ഒരു ലൈവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, കുറച്ച് ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരണേന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞു. എന്തായാലും പിന്നെ നമ്മളെ മക്കൾ എന്തായാലും അത്രയ്ക്ക് ആവേശത്തിലാണ്. ഒരു കുറച്ച് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളെ അക്കാഡമിയിൽ ഒരു ബാനറൊക്കെ ആക്കിയിട്ട് എന്തായാലും അവിടെ ഉണ്ടാവും. അതുപോലെ റിപ്പോർട്ടർ ചാനലിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ചേട്ടനൊക്കെ പറഞ്ഞാൽ ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ റിപ്പോർട്ടറിന് അഭിനന്ദനങ്ങൾ. നല്ല കാര്യം. നമ്മൾ കുറെ കാലം കേട്ടതാ ഇത് വരുന്നത് വരേണ്ട കേരളത്തിൽ ആവശ്യമാണ്. എന്നാലും പ്ലേയേഴ്സ് എല്ലാം നന്നായിട്ട് ഉഷാറായി കളിക്കും. നമുക്ക് ഒരു കാര്യം കൂടി ധനേശ്വരനോട് ചോദിക്കാം. ഒരു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന രീതിയിലൊക്കെ ഈ വരുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ പറയുന്നത് മെസ്സി വന്നാൽ കേരളത്തിന്റെ പട്ടിണി മാറുമെന്നൊക്കെയാണ് ചില ആൾക്കാർ, ഈ വിമർശകരായിട്ടുള്ളവർ ചോദിക്കും. അവർക്ക് എന്താ മറുപടി? അല്ല, അത് പിന്നെ ഒരാളെ അഭിപ്രായം മാത്രമാണ്. അത് നമ്മൾ സ്പോർട്സ്മാനായിട്ട് നമ്മൾ ഒരാളിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തായാലും മെസ്സി വരണമെന്നേ ഉണ്ടാവും. നമുക്ക് വരണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രമാത്രം വേൾഡ് ലെജൻഡാണ് അദ്ദേഹം. കണ്ടോ, ഇവരുടെയൊക്കെ ആ മുഖത്തുള്ള ചിരിയും സന്തോഷമൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എത്രമാത്രം ആവേശത്തിലാണ് എല്ലാവരും ഉള്ളതെന്നുള്ള കാര്യം. ഇവരുടെയൊക്കെ രക്ഷിതാക്കൾ എല്ലാ ദിവസവും ഇങ്ങനെ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് കളിക്കാൻ വേണ്ടി ഇവിടെ ജവഹർ സ്റ്റേഡിയത്തിൽ എത്തിക്കും. അങ്ങനെ ഇവർ ഇവിടെ നിന്ന് പരിശീലനം നടത്തും. അങ്ങനെയുള്ള കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവരെല്ലാം മെസ്സി വരുന്ന ത്രില്ലിലാണ് അല്ലേ?
നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ. താങ്ക് യു അർജുൻ കല്യാട്. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. നാടെങ്ങും മെസ്സിയെ കാണാനുള്ള ആവേശത്തിലാണ്. എല്ലാവർക്കും മെസ്സിയെ ഒന്ന് കാണണം. മെസ്സിയെ കാണാനുള്ള എല്ലാ അവസരവും ഒരുക്കുമെന്ന് റിപ്പോർട്ടർ ടിവിയുടെ MD മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കും. അതിന്റെ അർത്ഥം എല്ലാവർക്കും കളി കാണാനുള്ള അവസരം നേരിട്ടൊരുക്കും എന്നല്ല കേട്ടോ, എല്ലാവർക്കും മെസ്സിയെ ഒരു നോക്കെങ്കിലും കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. സർക്കാരുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.